കേരളത്തിലെ ക്രൈസ്തവരെ ചാക്കിട്ട് പിടിക്കാൻ ബി.ജെ.പി. ദില്ലിയിൽ ചരടുവലികൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്. കാരണം ക്രിസ്മസ് ആണ് വരാൻ പോകുന്നത്. ക്രൈസ്തവരുടെ ഏറ്റവും വലിയ ആഘോഷമാണ് ക്രിസ്മസ്. സ്നേഹവിരുന്നും മറ്റും നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രൈസ്തവ സമൂഹത്തിനെ ഊട്ടുന്ന തിരക്കിലാണ്. അതിനിടയിലാണ് കേരളത്തിലെ സംഘപരിവാർ ക്രിസ്മസ് ആഘോഷം അലങ്കോലമാക്കി രംഗത്ത് വന്നത്. ഇത് ബി.ജെ.പിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ ശക്തമായ വിമർശനങ്ങളാണ് ക്ഷണിച്ചു വരുത്തുന്നത്. കേരളത്തിൽ 2026 ഭരണം പിടിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ബി.ജെ.പി. അതിന് കേരളത്തിലെ ക്രിസ്ത്യാനികളെ വരുതിയിലാക്കണമെന്ന് എല്ലാവർക്കും അറിയാം. അത് മുന്നിൽ കണ്ടാണ് ക്രൈസ്തവനായ ജോർജ് കുര്യന് കേന്ദ്രമന്ത്രി സ്ഥാനം നൽകിയതും. തൊട്ടു പിന്നാലെ ജോർജ് കുര്യന്റെ വീട്ടിലേക്ക് എത്തി ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുത്ത മോദി ഒരു മുഴം നീട്ടിയെറിയുന്നതിനിടയിലാണ് സംഘപരിവാർ പിന്നിൽ നിന്നും അടിച്ചത്. ഇതിന് പിന്നാലെ അടുത്തു വന്നുകൊണ്ടിരിക്കുന്നത് ക്രൈസ്തവർ ശക്തമായ എതിർപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ക്രിസ്തുമസ് ആഘോഷങ്ങളിലെ ആക്രമണങ്ങളിൽ ബി.ജെ.പിക്കെതിരെ പരോക്ഷ വിമർശനവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് തൃശൂർ ഭദ്രാസനാധിപൻ യോഹന്നാൻ മാർ മിലിത്യോസ് ആണ്. അവിടെ മെത്രാന്മാരെ ആദരിക്കുന്നു, പുൽക്കൂട് വന്നിക്കുന്നു. ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുന്നു. ഈ രണ്ട് വാക്കിൽ പ്രതിഷേധം ഒതുങ്ങിയെങ്കിലും 2000 വാക്കുകളുടെ ശക്തി ആ പ്രതിഷേധത്തിലുണ്ട്. യോഹന്നാൻ മാർ മിലിത്യോസ് ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകൾ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയാണ്. ഇത്തരം ശൈലിക്ക് മലയാളത്തിൽ എന്തോ പറയുമല്ലോ എന്ന ചോദ്യവും ബാക്കിയാവുകയാണ്. സാന്റാക്ലോസ് വേഷമണിഞ്ഞ വിദ്യാർത്ഥികളും അധ്യാപകരും കരോൾ നടത്തുന്നതിനിടയെത്തിയ VHP നേതാക്കൾ ക്രിസ്തുമസ് അല്ല ശ്രീകൃഷ്ണ ജയന്തിയാണ് ആഘോഷിക്കേണ്ടതെന്ന് പറഞ്ഞ് രംഗത്ത് വന്നു. ആഘോഷത്തിന് നേതൃത്വം നൽകിയ അധ്യാപകരെ അസഭ്യം പറയുകയും ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് താല്പര്യമില്ലാതെ ഇത്തരം ആഘോഷങ്ങൾ പാടില്ല എന്ന ഭീഷണിയും നേതാക്കളിൽ നിന്നും എത്തി. പാലക്കാട് ചിറ്റൂർ നല്ലേപ്പിള്ളി ഗവൺമെന്റ് UP സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷത്തിനിടെ ഹിന്ദു പരിഷത്ത് ജില്ലാ നേതാവ് അടക്കം അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഭീഷണിപ്പെടുത്തുകയും തത്തമംഗലം ചെന്താമര നഗർ JB UP സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷത്തിനുണ്ടാക്കിയ പുൽക്കൂട് അജ്ഞാതർ തകർക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കൂടുതൽ വൈദികർ രംഗത്ത് വരികയാണ്. നല്ലേപ്പിള്ളി ഗവൺമെന്റ് UP സ്കൂളിലെ ക്രിസ്തുമസ് ആഘോഷത്തിനെതിരെ VHP നേതാക്കളെത്തി ഭീഷണി മുഴക്കിയതിന് പിന്നാലെയാണ് തത്തമംഗലം ചെന്താമര നഗർ JB UP സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷത്തിനുണ്ടാക്കിയ പുൽക്കൂട് തകർന്ന നിലയിൽ കണ്ടെത്തിയത്. ഇതോടെ നിയന്ത്രണം നഷ്ടമായ ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാർ മോദിയുടെ വിരുന്നൂട്ടലുകൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയായിരുന്നു. മോദിയുടെ ക്രൈസ്തവരോടുള്ള അഭിമുഖ്യ പ്രകടനം കാപട്യമാണെന്ന് തെളിയിക്കപ്പെടുകയാണെന്നും വാദിക്കുന്നവരുണ്ട്. ഇവിടെ മാത്രമല്ല, രാജ്യത്താകെ മോദിയുടെ കാപട്യം തുറന്നു കാട്ടുന്നതിന് നിരവധി ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അക്കൂട്ടത്തിലേക്ക് കേരളത്തിലെ ഈ രണ്ട് സംഭവങ്ങളും കൂടി എഴുതി ചേർക്കപ്പെടുകയാണ്. ലോകരാജ്യങ്ങളിൽ സന്ദർശനം നടത്തുകയും മതസൗഹാർദ്ദത്തെയും സാമുദായിക ഐക്യത്തെയും കുറിച്ച് വാതോരാതെ സംസാരിക്കുകയും ചെയ്യുന്ന മോദിയുടെ വർഗീയത ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ രാജസ്ഥാനിൽ അടക്കം കണ്ടതാണ്. മതന്യൂനപക്ഷങ്ങളെ വേലിക്ക് പുറത്തു നിർത്തുന്ന മോദിയുടെ മതസൗഹാർദ്ദം കള്ളമാണെന്ന് തെളിയിക്കാൻ സംഘപരിവാർ തന്നെ രംഗത്ത് വരുന്നതും കാലം കണക്ക് പറയുന്നതിന് ഉദാഹരണമായി കാണാൻ സാധിക്കും.